കല്യാണങ്ങൾ, ആർഭാട വിവാഹങ്ങൾ. പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം കല്യാണം. ഇപ്പൊ ചുമന്ന കല്യാണം, വെള്ളക്കല്യാണം, കറുപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണം, സർവ്വതും കല്യാണം. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്തെന്നറിയോ? ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്ത്. അതാ മനസ്സിലാക്കണ്ടേ. കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള. എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക. കുറെ കാലം ചാമ്പലായിരുന്നു, ചാമ്പി നടന്ന് കുറെ എണ്ണം. പള്ളി കമ്മിറ്റിക്കാർ വരെ ചാമ്പുമായിരുന്നു. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ കസേരയിലിരിക്കും. പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ. കുറെ കാലം അങ്ങനെ ആയിരുന്നു. ആണും പെണ്ണ് ചാമ്പിക്കല്ല ആണോ, നിന്നേക്കാ അള്ള എടുത്തിട്ട് ചാമ്പെന്നൊരു ദിവസം വരാനുണ്ട്, ഓർത്തു വെച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പടച്ച റബ്ബ് പറയാ, അള്ളാനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തു വേണമെങ്കിലും കാണിച്ചോ, ഒരു പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് കുടിക്കാം, നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ള തന്നിട്ടുണ്ടല്ലോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അള്ള പറഞ്ഞുടാ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കൂടെ പോയാൽ എന്തു തോന്നിവാസവും കാണിക്കാം, ഒരുത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല. പക്ഷേ ഇതിന്റെ അവസാനം നീ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് രണ്ടും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തെരഞ്ഞെടുത്തോ. എന്തു വേണമെങ്കിലും ചെയ്തോ, തലയിൽ കയറി ഇരിക്കണോ, ഉടുതുണിയില്ല നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് റബ്ബ് പറയുന്നുണ്ട്, നീ ഓർത്തു വെച്ചോ. എടാ, ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയോടും പറയുന്നു, ഉമ്മയോടും പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഇത് അള്ളാഹുടെ ഭീഷണിയാണ്. ഇത് അള്ളാഹു നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാ. അള്ളാഹു പറയുകയാണ്, ഏതായത്തെന്നറിയുമോ? ഏത് മറന്നാലും കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും അടച്ചവനെ ഓണമൊക്കെ വരിക, ഇനി തുടങ്ങാൻ പോകുകയാണ്. ആഘോഷങ്ങളുടെ ദിനങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ശിആറുകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കാൻ തുടങ്ങുമ്പോ, എടോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂതപ്പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരനെ പടന്നു മതം മാറി, പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നോ. കൊല്ലങ്ങൾ കഴിഞ്ഞോ. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബിയ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ, പഠിച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, ഒരു ഹാഫിളായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി. 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി.
പക്ഷേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ച റബ്ബിനെ പുറങ്കാട് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട് ആര് പറഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തും അറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്ത് മറന്നാലും മറക്കല്ലേ. ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓന്തോടിയ എവിടെ വരെ ഓടും. നമ്മുടെ നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓന്തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹ് പറഞ്ഞതാ. നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പറയുന്ന 3ാമത്തെ ശിക്ഷ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അല്ലാഹ് തരുന്ന 3ാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ, ഉണ്ടെന്നൊരുത്തനും പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കടം ഉസ്താദ്. പിരിവിന് പോകുമ്പോ, ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈ വെച്ചോളാം. കാരണം എന്തേ? പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ, അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്നാ. ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയരുത്. പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല. വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്. അള്ളാണോ ഒന്നും ഇല്ല, പഠിച്ചവനെ ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങിട്ട് കാക്കുമാറാകട്ടെ. പഠിച്ചു എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. കാരണം നിന്റെ നാവ് നിനക്കറിയില്ല. നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ പാപ്പന്മാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കുക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറ ഇത്, പടച്ചവനല്ല. ഒരൊറ്റ പറച്ചല, അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്.
സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്. കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയുക എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ല നിന്നെ അങ്ങനെ ആക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ രണ്ട് എപ്പോഴും മലക്കുകൾ കൂടെ ഉണ്ടാകുന്നു. നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട്. നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമീൻ പറഞ്ഞാൽ നീ എത്തിങ്ങാനായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളൂ, ഉള്ളപ്പോ തരാം, അന്തസ്സല്ലേ. എന്തിനീ കള്ളത്തരം പറയണ? എന്തിനാ? തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം. നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നബി ഉമ്മസലമയാണെന്ന് തോന്നുന്നു റളിയല്ലാഹു തആല അൻഹ. മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് എങ്ങാണ്ട് നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്ത് നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്കുക. ഉമ്മ പറഞ്ഞു, ഇങ്ങ് വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മസുലൈം നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഒന്നുമില്ല നബിയെ, ഒരു കാരക്ക ഇരിക്കുന്നു, അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മ പറയാ, മൊബൈല് തരാം, വാടാ, നിനക്ക് അത് മേടിച്ചു തരാടാ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റും. കൊടുക്കുവോ? കൊടുക്കത്തില്ല. എന്തിനാടോ? ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, എന്തുകൊണ്ട് അത് ഞാൻ പിടിച്ചു തരായി ചോറുണ്ടായി. ഖിയാമത്ത് വരാ തള്ളത് പിടിച്ചു കൊടുക്കൂ. ചുമ്മാതങ്ങ് പറയാ. ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാൽ മതി. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വയല് കേൾക്കാൻ വന്നില്ല. ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വയല് കേൾക്കാൻ വന്നതാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടം ഇല്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാ ചിലപ്പം മാറിയാലോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എടോ, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടൂ? കിട്ടത്തില്ല. ഇത് അള്ള തരണം. നിനക്ക് കിട്ടൂല, കടത്തിനായി കിടക്കുന്നവന് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല? ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും. 500 1000 കിട്ടും. രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അണ്ണാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിനെ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ. അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല. കൊട്ടാരം കാണുമ്പോ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓന്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ? ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം. കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ. ഉസ്താദെ, വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിൽക്കണം, പിന്നെ എങ്ങോട്ട് നിൽക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിൽക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഖന്നാസായി മാറിയിരിക്കും. അപ്പൊ എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അള്ളാഹു എന്നിട്ട് പരിഹരിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു. വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയുള്ളൂ. പിന്നെയും വരും. എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിലിൽ ചേർന്ന് കിടക്കുന്നു. പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ. സ്നേഹമില്ല, അടി. പടച്ചവനെ, ദേശീയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിക്കണമെന്നറിയില്ല. കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ പടച്ചവന് കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ വരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടിച്ചേക്ക് ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്ന, എടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ, നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തി തിന്നിട്ടും നിറയുന്നില്ല.
കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ല തരൂല. നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കിക്കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പൈസയുടെയും ചെലവില്ല ഉസ്താദ്, മന്ത്രമൊന്നും വേണ്ട. ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ കാരണം ഒരു കണ്ണുനീരാ. നമ്മുടെ വീടിനകത്തിരുന്ന ഒരാൾ കരയുന്നുണ്ട്. ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത്? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1, ഈ പുറക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ മഹല്ലുകാരറിയും. അല്ലാഹു കാക്കുമാറാകട്ടെ. കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ അല്ലേ? കിറ്റും കാത്തിരുന്നില്ല. നിസ്കരിക്കാൻ ആളില്ല. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആള്. പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയിൽ വരെ പാറ്റയിട്ടതായിരുന്നു അന്ന്. ശമ്പളം പകുതി ഒക്കെ ഉസ്താദ വീട്ടിൽ. എടോ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓതാറുണ്ടോ ഖുർആൻ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് കഹ്ഫ് ഓതേണ്ട ദിവസമായിരുന്നില്ല നിങ്ങളെ? സാധാരണ ദിവസമല്ലടോ, ഇന്ന് വെള്ളിയാഴ്ച. കഹ്ഫ് ഓതേണ്ട ദിവസം. പാപ്പായി ഉമ്മാക്കൊക്കെ യാസീൻ ഓതേണ്ട ദിവസം. സുബ്ഹാനല്ലാഹ്. പത്രം എടുക്കാൻ മറന്നു. മൊബൈൽ, അയ്യോ, കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈൽ താഴെ ഇടത്തില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കട്ടെ, ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കില്ല. ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണേ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും. ഞങ്ങളുടെ പള്ളിയില് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്. ഇനി ജീവിക്കത്തില്ല ഉസ്താദ്, വേണ്ട. അപ്പൊ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ചോദിച്ചെന്തേന്ന്? കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ, അത്രയ്ക്ക് സ്നേഹമാണെന്ന്. ശരിക്കൊന്നും വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ SBIയില് പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നിന്റെ മൊബൈലിൽ. ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക. കേറണമെങ്കിൽ ഒരു ലോക്ക്, ഗാലറി കയറണമെങ്കിൽ അടുത്തത്, വാട്സപ്പിൽ കയറണമെങ്കിൽ അടുത്തത്. എന്റെ റബ്ബേ, സെൻട്രൽ ലോക്ക്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ സഹോദര, വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ. അള്ളാന്റെ ഖുർആനിന്റെ ശാപം കിട്ടിയ നീയൊക്കെ രക്ഷപ്പെടുവോ? സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല. പിന്നെ ഉസ്താദന്മാര്, പിന്നെ തങ്ങന്മാര്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടോ, ഖുർആൻ എടുത്തു വെച്ച് ഓതണം. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക. സൗദി ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ്. എന്തിനാ കൊണ്ടുവന്നെന്ന്? ശാപം വാങ്ങാനും. എടോ, ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ. അതെടുത്തു വെച്ച് നീ പാരായണം ചെയ്യും. ഉസ്താദെ ഖുർആൻ ഓതും, പക്ഷെ കൈകൊണ്ട് തൊടൂല. മൊബൈൽ മൊത്തം ഖുർആൻ ഇപ്പൊ മൊബൈലില്ല. എടാ ചങ്ങാതി, മൊബൈലിൽ ഖുർആൻ ഓതേണ്ട ചില സമയങ്ങളുണ്ട്. എടാ, ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതിയ കിട്ടുമോ? കാണാതെ ഓതിയ കിട്ടും. കണ്ടോതുന്നതിനാണോ പ്രതിഫലം കൂടുതൽ, കാണാതെ ഓതുന്നതിനാണോ? എന്നിട്ട് എന്തേ തിരിയാത്ത? അല്ല ഈമാൻ തരുമാറാകട്ടെ. ബഹുമാനിക്കുന്നവൻ, നമുക്ക് ഖുർആനിനോട് ബഹുമാനമില്ല. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കണം. അത് ബഹുമാനിക്കണം. നീ അതിനെ ഒളിവില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്. ഒളിവില്ല ആർക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ പറയും, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം.
ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് ഉസ്താദെ ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എനിക്ക് വഴുതു പറയാനേ അറിയത്തുള്ളൂ, മന്ത്രവാദമൊന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ, ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തിരിയണില്ല. ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തു തരാൻ. അപ്പൊ എൻ്റെ അടുത്ത് നിൽക്കണ അദ്ദേഹത്തിന് ഒന്നുമില്ല. ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ഒന്നുമില്ല, മോനെ ഇങ്ങെടുത്തോണ്ട് ഓടാന്ന് പറഞ്ഞു. നമ്മളെല്ലാരും ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുത്തൂടെ? നിങ്ങളെന്താ എടുത്തൂടെ? കുട്ടികൾക്ക് ഖുർആൻ എടുത്തൂടെ ഒന്നുമില്ലാതെ? എപ്പോ? എപ്പോ? ഇപ്പൊ എന്തിനാ എടുത്തേ? എടോ, കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. ഇപ്പൊ എടുത്ത് എന്തിനാ? ഉസ്താദിന്റെ കൈ തരാൻ. ഉമ്മായിക്ക് ഒന്നുമില്ല, വാപ്പായിക്ക് എടുറാ, നീ എടുത്ത് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, കാലം നീട്ടി ഇങ്ങനെ അലമങ്ങനെ പെത്തി ചാരി ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് ഓതല. ഇബിലയുടെ നേരെ ഇരുന്നല്ലേ ഖുർആൻ ഓതണ്ടേ? ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ, ഹലോ ആയിഷ, പിന്നെ സുഖല്ലേടി, ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുക. വീണ്ടും ഖുർആൻ. നീ എന്തോ ഓതണത്? ഇതിലും ഭേദം ഓതാതിരിക്കില്ല. ചിലര് നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്ന പറഞ്ഞ പോലെ ചിലത് ഓതിയിട്ട് നരകത്തിൽ പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ. അള്ളാന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് വീടെന്ന് പറയരുത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ടൊരു ഉമ്മയെങ്കിലും വെക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഇവിടിട്ട് അനുഭവിക്കും. എന്തേ ഉസ്താദെ? സമാധാനമില്ല, രോഗം, കടം, പ്രയാസം, ദുഃഖം. എന്നാ ഉസ്താദെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങാ? നിന്നെ അള്ള വിടുവോ? നിന്നെ അള്ള വെറുതെ വിടുവോ? ഇല്ലടാ ചങ്ങാതി. അള്ളാഹു പറയുകയാ, ഞെരുക്കോ അല്ലാഹു, നിന്നെ ഇടുക്കമാക്കും, നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല, സുഖിക്കാൻ പെടൂല അള്ളാഹു പറയുകയാണ്. ദുനിയാവ് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, നിന്റെ ആഖിറവും അള്ളാഹു നഷ്ടപ്പെടുത്തുകയാ. നിന്റെ ആഖിറവും അള്ളാഹു ഞെരുക്കമാക്കുകയാണ്. പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു معيشة ضنكا ونحشره يوم القيامة أعمى. അല്ലാഹുവേ, ഖബറിനകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ റബ്ബേ. പക്ഷേ ഇന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ കണ്ണ് കാണുന്നില്ല അല്ലാ, എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ. എന്തു പറ്റി പടച്ചവനെ? അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ ജീവിക്കുമ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേടാ, നീ അഭിനയിച്ചവനല്ലേടാ, കണ്ണ് കാണാത്തവനെ പോലെ നടന്നവനല്ലേടാ. പാവങ്ങൾക്കും പള്ളികൾക്കും എത്തീങ്കാനകൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ നടന്നില്ലേ, നീ കളിയാക്കിയില്ലേടാ. അതുകൊണ്ട് നിന്നെയും ഇന്ന് ഞാൻ അങ്ങനെ ആക്കിയിരിക്കുകയാ. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി. ഖസറത് ദുനിയാ വൽ ആഖിറ.
അല്ലാഹു നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഈ ദുനിയാവും നഷ്ടപ്പെടുത്തി ആഖിറവും നഷ്ടപ്പെടുത്തി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണം, നിസാരമല്ല. ഭയപ്പെടണം, നിസാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാനുള്ളതല്ല. അത് വെറുതെ കളിക്കാനുള്ളതല്ല. അതിനെ നീ ആദരിക്ക്, അതിനെ നീ ബഹുമാനിക്ക്, അതിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക്. എങ്കിലാ ഖുർആൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്തേ പ്രതിഫലം? എടോ, ബക്കറ്റിൽ പൈസ ഇട്ട സംഘാടകർക്ക് വലിയ സന്തോഷമില്ല. അവർക്കല്ല നേട്ടം. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ അകത്തിടുന്നത് കൊണ്ട് നേട്ടം കമ്മറ്റിക്കാർക്കല്ലടോ, നിനക്കാണ് നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.